അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? അപൂർവമായ, അത്ഭുതകരമായ, മഹത്വമേറിയ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. നാം തിരുവെഴുത്ത് പരിശോധിച്ചാൽ മഹത്വകരമായ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാം. അത് യേശുവിൻ്റെ കല്ലറയിലാണ് വെളിപ്പെട്ടത്. ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി. യേശുവിനെ ഉയർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ പ്രവൃത്തിയായിരുന്നു. അതൊരു ദൈവമഹത്വമായിരുന്നു. എന്നാൽ ആ ദൈവമഹത്വം കാണാൻ വേണ്ടി ദൈവപുത്രനായ യേശു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി. ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിച്ചു. ഒരു ദൈവമഹത്വമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ ഒരു അനുസരണമുണ്ട്. യേശു കർത്താവ് കുരിശ് ചുമന്ന് നടക്കുകയാണ്. ഭാരമേറിയ കുരിശാണ്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ചുമത്തപ്പെട്ടു. വലിയ ഭാരമാണ് യേശു ചുമക്കുന്നത്. അത് അനുസരണമാണ്. പ്രിയപ്പെട്ടവരെ, ഗെത്സമനി മുതൽ ഗോൽഗൊഥ വരെ എന്ത് അത്ഭുതമാണ് നടന്നത്! അത് അനുസരണമാണ്. നാം അനുസരിക്കുന്ന സമയം ചിലപ്പോൾ വലിയ അത്ഭുതങ്ങളോ മഹത്വമോ ഒന്നും കണ്ടെന്നു വരത്തില്ല. എന്നാൽ അനുസരണം തികഞ്ഞാൽ, ദൈവം നമ്മോട് പറഞ്ഞതുപോലെ നാം ചെയ്താൽ, അത് പൂർത്തീകരിച്ചാൽ, ആ പൂർത്തീകരണത്തിനൊടുവിൽ ഒരു ദൈവമഹത്വമുണ്ട്. ദൈവം മോശയോട് പറഞ്ഞു, സമാഗമന കൂടാരം ഉണ്ടാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. എനിക്ക് ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങി വസിക്കണം. മോശയെ ദൈവം കൽപ്പിച്ചതുപോലെ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, ദൈവം പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ, ആ സമയത്തൊന്നും കാണാത്തൊരു മഹത്വം, ദൈവം കൽപ്പിച്ചത് മുഴുവനും ചെയ്ത് കഴിഞ്ഞപ്പോൾ, അനുസരണത്തിൽ തികഞ്ഞവനായപ്പോൾ, സമാഗമന കൂടാരത്തിൽ യഹോവയുടെ തേജസ് ഇറങ്ങാൻ തുടങ്ങി. മേഘം വന്ന് മൂടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ മഹത്വം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് അനുസരിക്കാൻ പറയുന്നത്, നിങ്ങളനുസരിച്ചാൽ അതിൻ്റെ ഒടുവിൽ ഒരു മഹത്വം നിങ്ങൾ കാണും. അബ്രഹാമിനോട്, ഞാൻ നിന്നെ കാടിപ്പാനിക ദേശത്തേക്ക് പോകാനാണ് ദൈവം പറഞ്ഞത്. അബ്രഹാം അതനുസരിച്ചു, യാത്ര പുറപ്പെട്ടു. പിന്നെയും മുൻപോട്ട് പോയപ്പോൾ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനാണ് പറഞ്ഞത്. 3 ദിവസത്തെ വഴി ദൂരം മോറിയാദേശത്തുള്ള മലയിലേക്ക് നടന്ന് കയറുന്നത് അനുസരണമാണ്. ചങ്ക് തകർന്നിരിക്കുക, സ്വന്തം മകനെ യാഗർപ്പിക്കണം. പക്ഷേ അനുസരിച്ചു. ആ നടക്കുന്ന നിമിഷങ്ങളിലൊന്നും മഹത്വം കണ്ടില്ല. ആ നടക്കുന്ന മല കയറുന്ന സമയങ്ങളിലൊന്നും ഒരു ദൈവപ്രവൃത്തിയും കണ്ടില്ല. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ താൻ ചെയ്തപ്പോൾ, യാഗപീഠം ഒരുക്കി തൻ്റെ മകനെ യാഗമാക്കാൻ ഒരുങ്ങുമ്പോൾ, ദൈവം വിളിച്ചു, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. നീ ഇത് ചെയ്യുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവമഹത്വത്തിന് മുൻപിൽ അനുസരണം ഉണ്ടായിരുന്നു. ദൈവം എന്താണെന്ന് പകൽ നിങ്ങളോട് പറയുന്നത്?
വിശുദ്ധി തികയ്ക്കണമെന്നാണോ? ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിലൂടെ നടക്കണമെന്നാണോ? ദൈവം എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതിനോട് പ്രതികരിക്കുക, ചുവടുകൾ വയ്ക്കുക. ഒരു ദൈവമഹത്വം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.